അസ്സലാമലൈക്കും. നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിലെ എല്ലാം കൈവിട്ടുപോയി ഇനിയൊരു വഴിയുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, അങ്ങനെയുള്ള അസാധ്യമായ നിമിഷങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ ഒരു പെർഫെക്റ്റ് പ്ലാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഖുറാനിലെ 13-ാം ജുസിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴമേറെ ചില പാഠങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. മുന്നോട്ടുള്ള വഴി തെളിയാതെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ഒരു ദൈവിക പദ്ധതിയിൽ എങ്ങനെയാണ് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ ഈ ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഏറ്റവും ശക്തമായൊരു മറുപടി എവിടെയാണെന്നറിയാമോ? അത് യാക്കോബ് നബിയുടെ ജീവിതത്തിലാണ്. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് സാധാരണ ഒരു പരീക്ഷണമായിരുന്നില്ല. കാരണം ആ വേദനയുടെ ഉറവിടം സ്വന്തം മക്കൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. തന്റെ ഹൃദയം തകർത്ത ആ വേദനയ്ക്ക് കാരണക്കാരായവരെ എല്ലാ ദിവസവും കൺമുന്നിൽ കാണേണ്ടി വരിക, വർഷങ്ങളോളം. ഇത് ക്ഷമയുടെ, അതായത് സബുറിന്റെ, നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു പരീക്ഷണമായിരുന്നു. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു ആഘാതത്തിൽ ഏതൊരു മനുഷ്യനും തകർന്നുപോയനെ. പക്ഷേ യാക്കൂബ് നബി നിരാശയിലേക്ക് വീണില്ല. പകരം ആ ഹൃദയം തകർന്ന നിമിഷത്തിൽ നിന്നാണ് ഈമാനിന്റെ, അടിയുറച്ച വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായൊരു പ്രഖ്യാപനം വരുന്നത്. കണ്ടില്ലേ, ആഴത്തിലുള്ള വേദനയുടെ ആ നിമിഷത്തിലെ യാക്കൂബ് നബി തന്റെ സങ്കടങ്ങളോ പരാതികളോ അല്ല പറയുന്നത്. അദ്ദേഹം അഭയം തേടുന്നത് അള്ളാഹുവിന്റെ 2 മഹത്തായ നാമങ്ങളിലാണ്. ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അൽ അലീം, അൽ ഹക്കീം, ഈ 2 പേരുകളിലായിരുന്നു യാക്കൂബ് നബിയുടെ സമാധാനം മുഴുവനുണ്ടായിരുന്നത്. അൽ അലീം, അതായത് എല്ലാം അറിയുന്നവൻ. എന്റെ മകൻ യൂസുഫ് എവിടെയാണെന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. പിന്നെ അൽ ഹക്കീം, അതായത് ഏറ്റവും വലിയ യുക്തിമാൻ. ഈ വേർപാടിക്ക് പിന്നിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും മനോഹരമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഈ ഉറപ്പാണ് അദ്ദേഹത്തിന് കരുത്ത് നൽകിയത്. യൂസുഫ് നബിയുടെ ഈ പരീക്ഷണം ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല കേട്ടോ. ആ അനുഗ്രഹീത കുടുംബ പരമ്പരയിൽ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവിക സംരക്ഷണം ലഭിക്കുന്നത് ഒരു പാറ്റേൺ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 സംഭവങ്ങളിലേക്കൊന്ന് നോക്കൂ. യൂസഫ് നബിയും അദ്ദേഹത്തിന്റെ പിതാമഹനായ ഇബ്രാഹിം നബിയും. അവരുടെ പരീക്ഷണങ്ങൾ തമ്മിലുള്ളൊരു സാമ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. 2 പേരെയും ചതിച്ചത് സ്വന്തം ആളുകൾ തന്നെയായിരുന്നു. ഒരാളെ സഹോദരങ്ങൾ കിണറ്റിലേക്ക് എറിഞ്ഞു, മറ്റൊരാളെ സ്വന്തം സമൂഹം തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിൽ നമുക്കുള്ള പാഠം വളരെ വലുതാണ്. ഏറ്റവും കഠിനമായ, അസാധ്യമെന്ന് തോന്നുന്ന പരീക്ഷണങ്ങളിൽ പോലും അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുമ്പോൾ, അതായത് തവക്കുൽ ചെയ്യുമ്പോൾ, അവന്റെ സംരക്ഷണം എത്ര അത്ഭുതകരമായിരിക്കുമെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഖുർആനിലെ ഒരു അത്ഭുതത്തിലേക്ക് കടക്കാം. ഒരു പ്രവാചകന്റെ വളരെ പേഴ്സണലായ ഒരു സ്വപ്നത്തെ ഈ വിശാലമായ പ്രപഞ്ചത്തിലെ ദൈവിക അടയാളങ്ങളുമായി ഖുർആൻ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ടോ? ശരിക്കും ഒരു അഹാ മൊമെന്റാണത്. അപ്പോൾ സൂറത്ത് യൂസുഫിന്റെ കഥ തുടങ്ങുന്നത് തന്നെ ഈ ഒരു സ്വപ്നത്തിൽ നിന്നാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്യുന്നത് യൂസഫ് നബി കാണുന്നു. ഇത് അദ്ദേഹത്തിന്റെ മാത്രം തികച്ചും വ്യക്തിപരമായ ഒരു ദർശനമായിരുന്നു. ഇനി നോക്കൂ, തൊട്ടടുത്ത സൂറത്തായ അർ-റഅദിൽ അല്ലാഹു അതേ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു. പക്ഷേ ഇത്തവണ അത് പ്രപഞ്ചത്തിന്റെ വിശാലമായ തലത്തിലാണ്. ഓരോന്നും അതിന്റെ കൃത്യമായ ഭ്രമണപഥത്തിൽ അവന്റെ നിയന്ത്രണത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിലെ ബന്ധം? വളരെ ലളിതവും എന്നാൽ അതിശക്തമായൊരു കാര്യമാണ് അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഇത്ര കൃത്യതയോടെ നിയന്ത്രിക്കുന്ന അതേ റബ്ബാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആകാശത്തിലെ ആ പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അവന്റെ പ്ലാനിന്റെ പെർഫെക്ഷനിലും വിശ്വസിക്കുക. ഇനി ഈ വലിയ പ്രപഞ്ച ചിന്തയിൽ നിന്ന് നേരെ നമുക്ക് ഏറ്റവും അടുത്തുള്ള, ഏറ്റവും പേഴ്സണലായ ഒന്നിലേക്ക് വരാം. നമ്മുടെ എല്ലാം സ്വന്തം സൃഷ്ടിപ്പ്. ഖുർആൻ പറയുന്നു, ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നത് എന്താണെന്ന് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും അവൻ അറിയുന്നുവെന്ന്. നമ്മുടെ ഒരു കൺട്രോളും ഇല്ലാതെ പൂർണ്ണമായും അവന്റെ മാത്രം അറിവിലും നിയന്ത്രണത്തിലും നടക്കുന്ന ഒരു അത്ഭുത പ്രക്രിയയാണത്, അല്ലേ? നമ്മുടെ ഈ സമ്പൂർണമായ നിസ്സഹായാവസ്ഥയും അല്ലാഹുവിന്റെ അപാരമായ കഴിവും വ്യക്തമാക്കാനാണ് ഖുർആൻ ഇവിടെ 2 നാമങ്ങൾ ഉപയോഗിക്കുന്നത്. അൽ കബീർ, അതായത് ഏറ്റവും മഹാൻ, പിന്നെ അൽ മുതആൽ, അതായത് എല്ലാറ്റിനും അതീതനായി, പരമോന്നതനായി നിലകൊള്ളുന്നവൻ. ഇതൊരു വളരെ ആഴത്തിലുള്ള ചിന്തയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം സത്യത്തിൽ നമ്മളൊരു ഗർഭപാത്രത്തിൽ തന്നെയാണ്. അന്ന് അല്ലാഹുവിനെ എത്രമാത്രം ആശ്രയിച്ചിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മൾ അവനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നാം കരുതുന്ന ഏത് കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ, നമുക്ക് കാണാൻ കഴിയാത്ത ആ പദ്ധതിയുടെ ഒരു ഭാഗമായിരിക്കുന്നത്? ഈ ഒരു ചിന്ത നമ്മുടെ ഖുർആൻ പഠനത്തിന്, നമ്മുടെ തദബ്ബുറിന് കൂടുതൽ ആഴം നൽകട്ടെ. അസ്സലാമു അലൈക്കും.